യുവജനോത്സവത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നെ ഫോണിൽ വിളിച്ച് ഡേറ്റ് കുറിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇപ്രാവശ്യത്തെ യുവജനോത്സവം? അപ്പൊ അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, അത് നാട്ടുകാരെ ഏറ്റെടുത്തോളം തൃശ്ശൂരിലെ യുവജനോത്സവം. കാരണം ഇത് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണ് വെറുതെ പറയുന്നത്. ജനങ്ങൾ ഹൃദയത്തിലേക്കും ഇതുപോലെ ഒരു ഉത്സവം. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന വിവിധ വേദികളിൽ ഈ പരിപാടികൾ നടത്തുമ്പോൾ യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗ്രഹാതുരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് ഇറങ്ങി വരുന്നത്. ഞാനൊരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ജില്ലാ യുവജനോത്സവങ്ങളിലും പിന്നീട് സംസ്ഥാന യുവജനോത്സവത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം കിട്ടാതെ വിഷമിച്ച് തിരിച്ചു പോരുകയും സമ്മാനം കിട്ടി തിരിച്ചു പോലും ഒക്കെ ചെയ്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട്. ഓരോ വർഷം കഴിയുന്നതും നമ്മുടെ യുവജനോത്സവം വലിയൊരു കലോത്സവമായി എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന, കുട്ടികളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായി മാറുകയാണ്. ഈ യുവജനോത്സവം നൽകുന്ന കരുത്തും അനുഭവവും നമ്മുടെ സംസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്തിലും പ്രയോജനകരമായി മാറട്ടെ എന്ന് മാത്രം ഞാൻ ആശ്വസിക്കുന്നു. ഇത്തരം ഒരു വേദിയിൽ കൂടുതൽ സംസാരിക്കുന്നത് അനൗചിത്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ 5 ദിവസക്കാലം നീണ്ടുനിന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവം 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.